ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വിശുദ്ധ വചനവുമായി നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം എന്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നിങ്ങളെ സ്തുതിക്കുന്നു. ഇന്നത്തെ എന്റെ വിഷയം ഖനാവിലെ കല്യാണത്തെ കുറിച്ചാണ് അല്പസമയം ഞാൻ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തില് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്കത് മുഴുവനും പ്രാപിപ്പാൻ കഴിയുന്നില്ല എന്നത് സത്യമാണ്. എന്നാൽ ഇവിടെയും ഒരു ശൂന്യതയുടെ അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. കനാവിലെ 3-ാം നാൾ ഗലീലയിൽ കനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ സുപരിചിതമായ വാക്യമാണ്. നമ്മൾ അത് കേട്ടിട്ടുണ്ട്. ഒത്തിരി പ്രസംഗങ്ങളൊക്കെ ഒരു പക്ഷെ നിങ്ങൾ കേട്ട് കാണും. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ആ കല്യാണത്തിന്റെ നടക്കുന്ന ഉടമയായ ആ വ്യക്തി അനേകരെ ക്ഷണിച്ചു. ആ കൂട്ടത്തില് യേശുവിനെയും യേശുവിന്റെ ശിഷ്യന്മാരെയും യേശുവിന്റെ അമ്മയായ മറിയെയും ക്ഷണിക്കുവാനായിട്ട്. ഇന്ന് പകരം ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, ആ മനുഷ്യൻ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഈ യേശുവിനെ ക്ഷണിച്ചാൽ നിന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നു, നിന്റെ ശൂന്യതകളെ തീർക്കുവാൻ, നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്റെ വേദനകളെ അകറ്റുവാൻ ഈ യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് നീ ക്ഷണിച്ചാൽ ഒരു വ്യത്യാസം അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ നിശ്ചയമായും ഉറപ്പായിട്ട് നിങ്ങളോട് പറയുവാനേ തരിക. നോക്കണമേ, ഈ കല്യാണത്തിലേക്ക് യേശുവിനെയും തന്റെ ശിഷ്യന്മാരെയും ക്ഷണിച്ചു. സംഭവം ഞാൻ ചുരുക്കിയാൻ പെട്ടെന്ന് പറയട്ടെ. അവിടെ വീഞ്ഞ് തീർന്നു പോയി. യഹൂദന്മാരുടെ കല്യാണത്തിന് ഒരു പ്രധാന ഒരു വസ്തുവാണ് വീഞ്ഞ് എന്നുള്ളത്. അപ്പം യേശുവിനെ ക്ഷണിച്ച ആ കല്യാണത്തിന് വീഞ്ഞ് തീർന്നു പോയപ്പോ ഈ വിഷയം ആ യേശുവിന്റെ അമ്മയായ മറിയം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ മറിയ അവിടുത്തെ സാഹചര്യങ്ങളെ കണ്ട് മനസ്സിലാക്കിയിട്ട് യേശുവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, അവർക്ക് വീഞ്ഞ് തീർന്നു പോയി. ഞാനിവിടെ പറയുവാൻ ഇടയായിത്തീർന്നതിന്റെ കാര്യം ഒറ്റ ഒരു കാര്യമാണ്. യേശുവിനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചത് കൊണ്ട് ആ ഉടമസ്ഥനും അല്ലെങ്കിൽ ആ കല്യാണത്തിന് അന്ന് ഉണ്ടായിരുന്ന ആ കല്യാണ ചെറുക്കനും ആ പെണ്ണും ആ വീട്ടുകാരും നാണിക്കേണ്ടി വന്നില്ല. എന്റെ വിഷയം അതാണ്. അവർ ലജ്ജിക്കേണ്ടി വന്നില്ല. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. നിന്റെ ജീവിതമാകുന്ന ആ പടകിലേക്ക്, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഈ യേശുവിനെ നീ ക്ഷണിച്ചാൽ, ഈ യേശുവിനെ നീ സ്വീകരിച്ചാൽ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനായിട്ട്. ലോകത്തിൽ ആർക്കും നികത്തുവാൻ കഴിയാത്ത, ലോകത്തിൽ ആർക്കും തരുവാൻ കഴിയാത്ത, ലോകത്തിന് ആർക്കും നിന്നെ സഹായിപ്പാൻ കഴിയാത്ത ആ സാഹചര്യങ്ങൾ വരുമ്പോൾ യേശു നിന്റെ ജീവിതമാകുന്ന പടകിലുണ്ടെങ്കിൽ, യേശു നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ, യേശു നിന്റെ മക്കളിലുണ്ടെങ്കിൽ, അവൻ ആ അവസ്ഥയ്ക്ക് ദൈവം നിനക്ക് അവിടെ മാറ്റം തരുവാനിടയായി തീരും. നിന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കണ്ട് മറ്റുള്ളവർ, നിന്റെ അയൽവാസികളോ നിന്റെ ബന്ധുമിത്രാദികളോ നിന്റെ കുടുംബക്കാരോ നിന്നെ പരിഹസിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നിന്നെ നിരാശപ്പെടുത്തുന്ന വാക്കുകളായിരിക്കാം ഒരു പക്ഷെ അവർ പറയുവാനിടയായി തീരുക. എന്നാൽ ഇന്ന് ഞാനിവിടെ പറയുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ, യേശുവിനെ നിന്റെ കുടുംബത്തിലേക്ക് ക്ഷണിച്ചാൽ, നിനക്കൊരു പോരായ്മ വന്നാൽ, നിനക്കൊരു വിഷയം വന്നാൽ, നിനക്കൊരു രോഗം വന്നാൽ, നിനക്ക് നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഒരു പ്രയാസം വന്നാൽ, ലോക മനുഷ്യർ കൈവിട്ടാലും, നിന്റെ ബന്ധുക്കളോ നിന്റെ വീട്ടുകാരോ കൂട്ടുകാരോ ആര് കൈവിട്ടാലും,
യേശു കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ നിരാശപ്പെടേണ്ടി വരത്തില്ല എന്നാണ് ഇന്ന് പകൽ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. ഇവിടെ നോക്കണമേ, ഈ സഹോദരി, ഈ കുടുംബക്കാരെ യേശുവിനെ അവിടെ ക്ഷണിച്ചതുകൊണ്ട്, യേശുവിനെ അവർ വിളിച്ചു വരുത്തിയത് കൊണ്ട് അവർ ലജ്ജിക്കുവാൻ ഇടവന്നില്ല. ദൈവം, യേശു ക്രിസ്തു ആകുന്ന ദൈവം അവിടെ പ്രശ്നത്തിന് അവിടെ പരിഹാരം നൽകുവാനായിരുന്നു. നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും, നിന്റെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങൾക്കും, രോഗമാകട്ടെ, കടഭാരമാകട്ടെ, മറ്റെന്തൊരു ആയിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം തരുവാൻ, നിന്റെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ ഈ യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് നീ സ്വീകരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിന്റെ ജീവിതത്തിന് അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. നിന്റെ ജീവിതത്തിന് നിത്യമായ സമാധാനം യേശു ക്രിസ്തു തരുവാനായിത്തീരും. നിന്റെ തലമുറകളെ ദൈവം മാനിക്കുവാൻ അനുഗ്രഹിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, എന്നെ കേൾക്കുന്ന വ്യക്തിയെ, ആമേൻ, യേശുവിനെ ഈ കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചത് കൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വന്നില്ല. അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് ദൈവം അവർക്ക് പരിഹാരം, യേശു ക്രിസ്തു അവർക്ക് അവിടെ പരിഹാരം കൊടുക്കുവാണ്. ഇതുപോലെ നാം നമ്മുടെ ജീവിതത്തിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്കും കുടുംബമായ ജീവിതത്തിലേക്കും ഈ യേശു ക്രിസ്തുവിനെ നീ ക്ഷണിച്ചാൽ, നീ സ്വീകരിച്ചാൽ നിശ്ചയമായും നിനക്കൊരു മാറ്റം, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. നീ ലജ്ജിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങൾ പറയുവാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ആമേൻ. യേശു ക്രിസ്തു ഇല്ലാത്ത പടക് ശൂന്യമായി തീരും. യേശു ക്രിസ്തു ഇല്ലാത്ത ജീവിതം ആമേൻ നിരാശയുടെയും പ്രയാസത്തിന്റെയും ജീവിതമായി തീരും. യേശുവിനെ നീ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ നിശ്ചയമായും നിന്റെ സ്ഥിതികൾക്കെല്ലാം മാറ്റമുണ്ടായി സന്തോഷം നിറഞ്ഞ, ആമേൻ, നോക്കിയ കരച്ചിലുണ്ടാകേണ്ട, നാണിക്കേണ്ട അവസ്ഥയിൽ യേശു ക്രിസ്തു ആ വീട്ടിൽ വന്നപ്പോൾ അവർ നാണിക്കേണ്ട സ്ഥാനത്ത് ദൈവം അവർക്ക് മാനം വരുത്തുവാണ്ടേ തീർന്നു. ദൈവം അവരെ മാനിക്കുവാണ്ടേ തീർന്നു. അവരുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തുവാണ്ടേ തീർന്നു. ഇതേ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ, നിന്റെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുവിനെ ക്ഷണിക്കണമെന്ന ആഹ്വാനത്തോടെ ഞാൻ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.